അപ്പോൾ എന്താണ് ഓൾഡ് സോൾ? അപ്പോൾ ഓൾഡ് സോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തിയോസഫിക്കൽ ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. കാരണം അത് മനുഷ്യൻ്റെ ഒറിജിൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യനായി ഒരു ഇൻഡിവിജ്വൽ സോൾ ആവുന്നതിന് മുൻപേ മനുഷ്യന് ഗ്രൂപ്പ് സോളിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ആനിമൽ കിണ്ടത്തിലായിരുന്നു, അതിൻ്റെ മുന്നേ നമ്മൾ പ്ലാന്റ് കിണ്ടത്തിലായിരുന്നു, അതിൻ്റെ മുന്നേ നമ്മൾ മിനറൽ കിണ്ടത്തിലായിരുന്നു, അതിൻ്റെ മുന്നേ എലിമെൻ്റൽ കിണ്ടത്തിലായിരുന്നു. അങ്ങനെ പോയി 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 നമ്മളൊരു മനുഷ്യനായി ഒരുപാട് റീഇൻകാർണേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെ വേണമെങ്കിൽ നമ്മൾ ഓൾഡ് സോൾ എന്ന് പറയാം. പക്ഷെ വളരെ അടുത്ത് ആനിമൽ കിണ്ടത്തുനിന്ന് വന്ന് മനുഷ്യനായ ആളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒരു യങ് സോൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ടും ഈ ഓൾഡ് സോളൊക്കെയാണ് പിന്നെയും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ താല്പര്യം കാണിക്കുക. മറ്റേ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി. നമ്മുടെ ഫ്രണ്ട്സിനോട് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് വട്ടാണോ എന്ന്. യങ് സോൾ അങ്ങനെ വിചാരിച്ചാൽ മതി.